നാരദൻ വീണ്ടും പറഞ്ഞു. എങ്കിലും നിങ്ങൾ സന്തുഷ്ടനായി തോന്നുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടാത്ത ഒരാളുപോലെയാണ് നിങ്ങൾ. ഇത്രയും ചെയ്തിട്ടും എന്തോ അപൂർണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? വ്യാസൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് സത്യമാകുന്നു. എൻ്റെ സംശയങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയാണ് നിങ്ങൾ. നാരായണന്റെ മഹത്വം പാടിക്കൊണ്ടിരിക്കുന്ന 3 ലോകങ്ങളും കാണുന്ന സൂര്യനെപ്പോലുള്ളവനാണ് നിങ്ങൾ. എൻ്റെ മനസ്സിലെ അസ്വസ്ഥതയുടെ കാരണവും നിങ്ങൾക്കറിയാം. ഒരിക്കൽ ധ്യാനത്തിൽ ലീനനായിരിക്കുമ്പോൾ ഞാൻ ഭാവി കണ്ടു. ധർമ്മത്തിൻ്റെ ക്ഷയം, മനുഷ്യൻ്റെ സ്വഭാവത്തിലെ വീഴ്ച, കലിയുഗത്തിൻ്റെ പാപവ്യാപനം എല്ലാം ഞാൻ കണ്ടു. വരാനിരിക്കുന്ന തലമുറകളോട് കരുണ നിറഞ്ഞു. അതിനാൽ ഞാൻ വേദത്തെ 4 വിഭജിച്ചു ശിഷ്യന്മാർക്ക് പകർന്നു. എങ്കിലും അത് മതിയാകില്ലെന്നെനിക്ക് തോന്നി. വേദങ്ങൾ പഠിക്കാനാകാത്തവർക്കും രക്ഷ ലഭിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ കഥയുടെ ഒഴുക്കിലൂടെ വേദോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാഭാരതം ഞാൻ രചിച്ചു. എന്നിട്ടും എൻ്റെ ഉള്ളിൽ സമാധാനമില്ല. ഞാൻ എന്താണ് ചെയ്യാതെ വിട്ടത്? എനിക്ക് ശാന്തി ലഭിക്കാൻ ഇനി എന്ത് വേണം?